9 ഇൻറ്റു 81 ഘാതം എക്സ് സമം 1/27 ഘാതം x-3 ആയാൽ എക്സിൻ്റെ വില കാണുക. 9നെ നമുക്ക് 3 സ്ക്വയർ എന്നെഴുതാം. ഇൻറ്റു 81നെ 3 ഘാതം 4 എന്നെഴുതാം. അതായത് 3 4 തവണ ഗുണിച്ചാൽ 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഗുണിച്ചാൽ 81 കിട്ടും. അപ്പോൾ 9ന് പകരം 3 സ്ക്വയർ എന്നെഴുതി, 81ന് പകരം 3 ഘാതം 4 എന്നെഴുതി. ഇതിന് ഒരു കൃതി എക്സ് ഉണ്ട്, ബ്രാക്കറ്റ് ഇട്ടിട്ട് ഹോൾ ഘാതം എക്സ് ഇടുക, സമം ഈ 1 അതുപോലെ ഇടുക, ബൈ 27ന് നമുക്ക് 3 ക്യൂബ് എന്ന് എഴുതാം. 27ന് പകരം 3 ക്യൂബ് എന്ന് എഴുതി. ഇനി അതിൻ്റെ കൃതി ബ്രാക്കറ്റ് ഇട്ടിട്ട് മുകളിൽ x-3 എന്ന് എഴുതുക. 3 സ്ക്വയർ നമ്മൾ അതുപോലെ എഴുതി, ഇൻറ്റു ഇത് 3 ഘാതം 4 ഹോൾ ഘാതം എക്സ്. ഇത് ഈ രൂപത്തിലാണ്, എ ഘാതം എം ഹോൾ ഘാതം എൻ. അതായത് ഒരു പാദസംഖ്യ 2 കൃതി, ഇവിടെയും ഒരു പാദസംഖ്യ 2 കൃതി. അപ്പോൾ നമ്മൾ എന്താണ് പാദസംഖ്യ എഴുതി കൃതികൾ തമ്മിൽ ഗുണിച്ചു. അതുപോലെ ഇവിടെ പാദസംഖ്യ എഴുതുക, കൃതികൾ തമ്മിൽ ഗുണിക്കുക. 4 ഇൻറ്റു എക്സ് 4x സമം 1/. ഇവിടെയും അതുപോലെയാണ്, എ ഘാതം എം ഹോൾ ഘാതം എൻ. ഒരു പാദസംഖ്യ 2 കൃതി, ഒരു പാദസംഖ്യ 2 കൃതി. അപ്പോൾ നമ്മൾ പാദസംഖ്യ എഴുതി, ഇവിടെ പാദസംഖ്യ 3, എന്നിട്ട് കൃതികൾ തമ്മിൽ ഗുണിച്ചു. ഇവിടെ കൃതികൾ ഇത് രണ്ടുമാണ്, അത് ഗുണിക്കണം. അപ്പോൾ 3 എന്നിട്ടിട്ട് ബ്രാക്കറ്റിൽ x-3, അതായത് 3 ഇൻറ്റു x-3. 3 സ്ക്വയർ അതുപോലെ ഇട്ടു, ഇൻറ്റു 3 ഘാതം 4x അതുപോലെ ഇട്ടു, സമം 1/3 ഘാതം. ഈ 3 ഇൻറ്റു x-3 പറഞ്ഞാൽ 3 കൊണ്ട് എക്സിനെയും ഗുണിക്കണം, 3 കൊണ്ട് -3നെയും ഗുണിക്കണം. 3 ഇൻറ്റു എക്സ് 3x, 3 ഇൻറ്റു -3 -9. ഇനി ഈ ബൈ എന്നുള്ളത് നമ്മൾ സമത്തിൻ്റെ ഇടതുവശത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഗുണിക്കണം എന്നാവും, ഹരിക്കണം എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ ഗുണിക്കണം എന്നാവും. അപ്പോൾ ഇവിടെ 3 സ്ക്വയർ ഇൻറ്റു 3 ഘാതം 4x, ഇതിങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു 3 ഘാതം 3x -9. ഇപ്പോൾ ഇത് ഇങ്ങോട്ട് എഴുതി, ബാക്കി ഇവിടെ 1 മാത്രമേ ഉള്ളൂ, സമം 1. ഇത് നമുക്ക് ഈ രൂപത്തിലാണ്, എ ഘാതം എം ഇൻറ്റു എ ഘാതം എൻ ഇൻറ്റു എ ഘാതം കെ. അതായത് ഒരേ പാദസംഖ്യകൾ ഇടയ്ക്കൊക്കെ ഗുണനചിഹ്നം വന്നാൽ എ ഘാതം പാദസംഖ്യ എഴുതിയിട്ട് കൃതികളെല്ലാം കൂടി കൂട്ടി m+n+k. അതുപോലെ ഒരേ പാദസംഖ്യയാണ്, ഇടയ്ക്കൊക്കെ ഗുണനചിഹ്നം. അപ്പോൾ നമ്മൾ പാദസംഖ്യ എഴുതുക 3, എന്നിട്ട് കൃതികളെല്ലാം കൂടി കൂട്ടുക. ഇവിടുത്തെ കൃതി 2 കൂട്ടണം, ഇവിടുത്തെ കൃതി 4x കൂട്ടണം, ഇവിടുത്തെ കൃതി 3x -9 സമം വലതുവശത്ത് 1. 3 ഘാതം ഇവിടെ കൂട്ടാൻ നമുക്ക് 4x-ഉം 3x-ഉം കൂട്ടിയ 7x, 4x-ഉം 3x-ഉം കൂട്ടിയ 7x, 2ന്ന് 9 കുറച്ച -7 സമം ഇവിടെ 1 എന്നാണ്. നമുക്ക് ഈ ഒരു സൂത്രവാക്യമുണ്ട്, x ഘാതം 0 സമം 1. അതായത് 1നെ നമുക്ക് ഏതെങ്കിലും ഒരു സംഖ്യ എഴുതി കൃതി 0 ഇട്ടാൽ മതി. 1ന് പകരം ഏതെങ്കിലും ഒരു സംഖ്യ എഴുതി കൃതി 0 ഇട്ടാൽ മതി. അപ്പോൾ ഇവിടെ 1ന് പകരം ഏതെങ്കിലും ഒരു സംഖ്യ ഇടുക. നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പുറത്ത് 3 ആണല്ലോ, അപ്പോൾ ഇവിടെയും 3 എന്നിട്ടിട്ട് കൃതി 0 ഇടുക. അപ്പോൾ കണക്ക് ചെയ്യാനുള്ള സൗകര്യത്തിനാണ്. 1ന് പകരം നമുക്ക് എന്ത് എഴുതാം, ഏതൊരു സംഖ്യ ഇട്ടിട്ടും കൃതി 0 ഇടാം. അപ്പോൾ നമ്മൾ ഈ 1ന് പകരം ഇവിടെ 3 ആയതുകൊണ്ട് ഇവിടെ ഈ 3 ഇട്ടിട്ട് കൃതി 0 ഇട്ടു. ഇതൊരു സമവാക്യമാണ്. ഇതിൽ പാദസംഖ്യകൾ തുല്യം 3 3. അപ്പോൾ കൃതികൾ തുല്യമായിരിക്കും. ഇവിടുത്തെ കൃതി 7x -7 സമം ഇവിടുത്തെ കൃതി 0. -7 അങ്ങോട്ട് എടുത്തു. ഇപ്പോൾ 7x സമം ഇവിടെ 0 ആയതുകൊണ്ട് അത് എഴുതണമെന്നില്ല. ഈ -7 അങ്ങോട്ട് എടുക്കുമ്പോൾ പോസിറ്റീവ് 7 ആയി. 7x സമം 7, x സമം 7/7 സമം 1. എക്സിൻ്റെ വില 1.